കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താമാധ്യമങ്ങളുടെയും രാഷ്ട്രീയം നോക്കിക്കാണുന്ന എല്ലാവരുടെയും ശ്രദ്ധ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനിലാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമ പ്രവർത്തകരെയും സാക്ഷി നിർത്തി ഒരു കാര്യം പറഞ്ഞു. വലിയൊരു ബോംബ് തന്റെ കൈവശമുണ്ട്, ഉടനത് പൊട്ടിക്കുന്നതായിരിക്കും. ബി.ജെ.പിക്കും CPM-നും ഉറക്കമില്ലാത്ത നാളുകളാണ് വരാനിരിക്കുന്നത്. എന്താണ് ആ ബോംബ്? ദൃശ്യമാധ്യമ പ്രവർത്തകർ ഇപ്പോഴും പരക്കം പായുകയാണ്. എന്നാൽ സതീശൻ അക്കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും കയ്യിൽ ഒന്നുമില്ലാതെ വെറുതെ പറയുന്ന വ്യക്തിയല്ല വി.ഡി. സതീശൻ. കൃത്യമായ രേഖകൾ, കൃത്യമായ പഠനം, ഇതിന് ശേഷം മാത്രമേ സതീശൻ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ വി.ഡിയുടെ കയ്യിൽ എന്തോ ഒരു കനപ്പെട്ട സാധനമുണ്ട്. അത് പുറത്തു വന്നാൽ പല CPM BJP നേതാക്കന്മാർക്കും തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ടി വരുമെന്നാണ് സതീശൻ പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അറിയാത്ത കാര്യമാണ് വി.ഡി. സതീശന്റെ കൈവശമുള്ളത് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ BJP-യും CPM ഇപ്പോൾ അങ്കലാപ്പിലാണ്. കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെതിരായ ആരോപണങ്ങളിൽ തിളച്ചു മറിയുകയായിരുന്നു ഈ DYFI-യും യുവമോർച്ചയും BJP-യും CPM-ഉം എല്ലാം. എന്നാൽ സ്വന്തം പാളയത്തിലെ പ്രമുഖർക്കെതിരെയുള്ള ആയുധമാണ് വി.ഡി. സതീശന്റെ കയ്യിലെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇപ്പോൾ CPM-ഉം BJP-യും മൗനം പാലിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനും പാൽ സൊസൈറ്റി മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന പാലക്കാട്ടെ BJP നേതാവ് കൃഷ്ണകുമാറിനെതിരായ ഒരു പരാതി പുറത്തു വന്നിരിക്കുന്നത്. ഈ പരാതി പുറത്തു വന്നപ്പോൾ മുതൽ BJP ഇങ്ങനെ ഉഴലുകയാണ്. കൃത്യമായ മറുപടി പറയാൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലില്ല. അദ്ദേഹം ബംഗളൂരുവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. യുവമോർച്ചയുടെ നാവ് താഴ്ന്നു പോയിരിക്കുന്നു. കോഴിയെ ഇപ്പോൾ മഹിളാ മോർച്ചക്കാർക്ക് കിട്ടുന്നില്ല. കോഴിയെ കയ്യിലേന്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ മോർച്ചക്കാർക്ക് തൊട്ടപ്പുറമുള്ള കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ ധൈര്യമുണ്ടോ എന്നാണ് കേരളം ചോദിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് BJP-യിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സതീശന്റെ ബോംബ് ഈ നനഞ്ഞ പടക്കമൊന്നുമല്ല. സതീശൻ ഒരു ബോംബ് പുറത്തുവിട്ടാൽ പല BJP നേതാക്കന്മാർക്കും തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് BJP-ക്കും CPM-നും കൃത്യമായി അറിയാം. അതുകൊണ്ട് അങ്കലാപ്പിലാണ് ഈ രണ്ട് പാർട്ടിക്കാരും. സതീശനിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാഫ് കേരള രാഷ്ട്രീയത്തിൽ വലുതാണ്. നേരത്തെ ലോട്ടറി വിഷയവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ബുദ്ധിജീവി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന തോമസ് ഐസക്കിനെ വെള്ളം കുടിപ്പിച്ചത് കേരളം ഒന്നടങ്കം കണ്ടതാണ്. സംവാദം നടത്തി തോമസ് ഐസക്കിനെ വെള്ളം കുടിപ്പിച്ച നേതാവാണ് വി.ഡി. സതീശൻ. സഭയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എല്ലാവരും നോക്കിക്കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ സതീശൻ ഒരു ആരോപണവുമായി വന്നാൽ അത് നനഞ്ഞ പടക്കമായിരിക്കില്ല. അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളുമെന്ന് BJP-ക്കും CPM-നും വളരെ വ്യക്തമായും കൃത്യമായും അറിയാം. അതുകൊണ്ട് സതീശന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞത് മുതൽ CPM-ഉം BJP-യും അങ്കലാപ്പിലാണ്. ഏത് നേതാവിനെതിരെയാണ് ആരോപണമെന്ന ഭയപ്പാടിലാണ് അവർ. സതീശൻ ഒന്നും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾക്ക് പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന കാര്യം അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറ്റി ഈ കാര്യം തുറന്നു പറഞ്ഞാൽ പല CPM നേതാക്കന്മാർക്കും BJP നേതാക്കന്മാർക്കും തലയിൽ മുണ്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അടുക്കളയിൽ ഒളിച്ചിരിക്കേണ്ട സാഹചര്യമായിരിക്കും. വരാനിരിക്കുന്ന ദിവസം BJP-ക്കും CPM-നും നിർണായകമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026-ലാണ്. 2026 മാർച്ച് മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുന്നോടിയായി ഇത്തരത്തിലൊരു ആറ്റം ബോംബ് തന്നെ സതീശൻ കേരള രാഷ്ട്രീയത്തിലിട്ടാൽ അത് BJP-കാരനെയും അതോടൊപ്പം തന്നെ CPM-കാരനെയും തൊലിയുരിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വി.ഡി. സതീശൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാത്തിരിക്കാം. സതീശന്റെ കൈവശം എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.